ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്നേഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ വന്നിരിക്കുന്നത് വല്ലാത്ത ത്യാഗമാണ്. നിങ്ങൾ വരുന്ന ഒരു ഉറപ്പില്ലല്ലോ. ഇവിടെ സ്റ്റേജും മൈക്കൊക്കെ കെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ വരുന്ന എന്തുറപ്പുള്ള കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചോറിക്കാനെങ്കിലും വരുമെന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ വരുന്ന എന്ത് ഗ്യാരണ്ടി? ഈ പ്രൈവറ്റ് ബസ്സും KSRTC ഒക്കെ റൂട്ടിൽ ഓടുന്ന പോലെ ആരും ഡ്രൈവർക്ക് വിളിച്ചു പറയല്ലോ എനിക്ക് നാളെ കോഴിക്കോട് പോകണ്ട, ഞാൻ വടകര ഉണ്ടാവട്ടെ, ബസ്സിട്ട് വരണം എന്ന് പറയല്ലോ. പോയി നോക്കുകയാണ് ആരെങ്കിലും കയറണ്ടാക്കും എന്ന രീതിയിൽ. എല്ലാ വാൽദർക്കും അങ്ങനെയാണ്. നിങ്ങൾ വരുമെന്നത് ഒരു പ്രതീക്ഷയാണ്. ഒന്നില്ലാന്ന് വരും. നിങ്ങൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വാൽദ് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ വളരെ ദൂരത്തുനിന്ന് ഒരുപാട് പ്രയാസം സഹിച്ചാണ് അവിടെ എത്തിയിട്ടുള്ളത്. ത്രിബത്തും നിങ്ങൾ നന്നായി, വതാബ മംശാക്കും നിങ്ങളുടെ നടത്തം നന്നായി, വതബവ്വഅതും മിനൽ ജന്നത്തി മൻസില സ്വർഗ്ഗത്തിൽ നിന്നൊരു വീട് നിങ്ങൾ ഒരുക്കി വെച്ചു എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളോട് പറയട്ടെ, നമ്മളോട് എല്ലാവരോടും പറയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ലൊരു വിഷയത്തിലേക്ക് നടക്കുന്നവരോട് മലക്കുകൾ അങ്ങനെ പറയുമെന്നാണ്. ത്രിബത്തും വതാബ മംശാക്കും വതബവ്വഅതും മിനൽ ജന്നത്തി മൻസില. അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ, എനിക്കും കൂലി തരട്ടെ. എല്ലാവർക്കും നിങ്ങളൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് ദുആയിരക്ക് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനു. അതുകൊണ്ട് ആരും ആരോടും ആയുധമേന്തരുത്, ചൂണ്ടി പേടിപ്പിക്കുക പോലും ചെയ്യാൻ പാടില്ലെന്നാണ്. മലക്കുകളുടെ ശാപമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അമവി ഭരണാധികാരിയാണ്. മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അയാളെ വിളിച്ചു, യാ സുലൈമാൻ, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവേ, ഉദ്കുർ യൗമൽ അദാൻ, ബാങ്ക് വിളിച്ചു പറയുന്ന ദിവസമുണ്ട്, ആ ദിവസത്തെ പറ്റി നല്ല ഓർമ്മ വേണം കേട്ടോ. ഭരണാധികാരിയാണ്. ഇവരൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് വന്ന ഭരണാധികാരികളാണ്. ഒരുപാട് അക്രമം ചെയ്തവർ, ഒരുപാട് ആളുകളുടെ സ്ഥലവും ഭൂമിയും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ചരിത്രം വളരെ സങ്കടമുള്ള ചരിത്ര ഭാഗങ്ങളാണ്. ഒരാളങ്ങ് വിളിച്ചു പറഞ്ഞു, സുലൈമാൻ എന്നൊക്കെ ഖലീഫമാരാ ഖുത്ബൂദ, ഖലീഫമാരാണ് മെഹ്റാബിൽ ഇമാമായി നിൽക്കുക, ഖലീഫമാരാണ് മിമ്പറിൽ കയറി ഖുത്ബയോദ. അങ്ങനെയാണ് ഖലീഫ ആരാണോ അവരാണ് ഖുത്ബയോദ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഷാമിൽ അവരുടെ ആസ്ഥാനത്തെ പള്ളിയിൽ ഖുത്ബയോതുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, യാ സുലൈമാൻ ഉദ്കുർ യൗമൽ അദാൻ, ബാങ്ക് വിളിക്കുന്ന ദിവസം നിങ്ങൾ ഓർക്കേണമേ എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഏത് വാങ്കിനെ കുറിച്ചാണ് നിങ്ങളാ പറയുന്നത്, ഏത് വാങ്കിനെ കുറിച്ചാണ് നിങ്ങളാ പറയുന്നെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും